ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാഗി മുട്ട ചേർത്ത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു 5 വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു സവാള ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്കൊരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലതുപോലെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന ഈ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി മസാലയാണ്. അപ്പോൾ ഞാനൊരു 3 പാക്കറ്റ് മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു വെള്ളം ഇതേപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മാഗി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 പീസ് മാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാഗി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണേ. ഈ ഒരു രീതിക്ക് മാഗിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ചേർത്തിട്ടുള്ള മാഗി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതുകൂടാതെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന മുട്ട ചേർത്തിട്ടുള്ള ഒരു മാഗിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.